ഇടുക്കി വണ്ടിപ്പെരിയാറിലെ ജനവാസ മേഖലയിൽ പുലി മ്ലാവിനെ പുലി കടിച്ചെടുത്ത് മരത്തിൽ തൂക്കി. തോട്ടം തൊഴിലാളികൾ വിവരം വനംവകുപ്പിനെ അറിയിച്ചതോടെ പ്രദേശത്ത് ക്യാമറ സ്ഥാപിച്ചു. ആൽവിൻ തോമസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ആൽവിൻ, പരിശോധന തുടരുന്നുണ്ടോ? മൈലില് വണ്ടിപ്പെരിയാർ 63 മൈലിലാണ് ഏലത്തോട്ടത്തിൽ ജോലി കഴിഞ്ഞ് വരികയായിരുന്ന തൊഴിലാളികൾ ഈ മരത്തിൽ എന്തോ തൂങ്ങിക്കിടക്കുന്നതായി കാണുകയും പിന്നീട് നോക്കിയപ്പോഴാണ് ഇത് മ്ലാവിന്റെ ജഡമാണെന്ന് കണ്ടെത്തുകയും ചെയ്തത്. മരത്തിൽ കടിച്ചു കൊന്ന് തൂക്കിയ നിലയിലായിരുന്നു. അത് പുലിയാണ് എന്നുള്ളതാണ് പിന്നീട് ഇവിടെ എത്തിയ വനംവകുപ്പിന്റെ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. അതേ തുടർന്ന് വനംവകുപ്പ് സംഘം അവിടെ മരത്തിൽ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. പ്രദേശത്ത് തന്നെ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ന് പുലി രാത്രിയോടുകൂടി ഈ മ്ലാവിനെ ഭക്ഷിക്കാനായിട്ട് വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അത്തരത്തിൽ ക്യാമറ സ്ഥാപിച്ചിരിക്കുന്നത്. എന്താണെന്നുള്ളൊരു കൃത്യത വരുത്താൻ കൂടിയാണ് ഫോറസ്റ്റ് ഇത്തരത്തിലൊരു നടപടി നടത്തുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒരു വലിയ സംഘം തന്നെ അവിടെ എത്തിയിരുന്നു. പ്രത്യേകിച്ച് ഇത് ജനവാസ മേഖലയോട് അടുത്തൊരു പ്രദേശമാണ് ഈ 63 മൈൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് ആളുകളാകെ ഭീതിയിലാണ്. എത്രയും വേഗം ഇത് പുലിയാണെങ്കിൽ അതിനെ പിടികൂടി അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് ഈ നാട്ടുകാരുടെ ആവശ്യം. ഇന്ന് ഈ ക്യാമറയിൽ പുലി കുടുങ്ങുകയാണെങ്കിൽ ഒരുപക്ഷെ അടുത്ത ദിവസം തന്നെ കൂട് സ്ഥാപിക്കാനുള്ള നടപടികൾ വനംവകുപ്പ് നടത്തും. അങ്ങനെയെങ്കിൽ ആ പുലിയെ അവിടെ നിന്ന് പിടികൂടി ജനവാസ മേഖലയിൽ നിന്ന് മാറ്റി വനമേഖലയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ട നടപടികൾ വനംവകുപ്പ് സ്വീകരിക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഇന്ന് രാത്രി ഈ പുലി വരികയാണെങ്കിൽ അതിനെ കൃത്യതയോടുകൂടി പുലി തന്നെയാണോ എന്നുള്ളത് കൃത്യം കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയാണ് വനംവകുപ്പ് ഈ ക്യാമറ സ്ഥാപിച്ചിട്ടുള്ളത്. ഏതായാലും ജനവാസ മേഖലയോട് തൊട്ടടുത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ആളുകളെ ചില രൂപത്തിലെങ്കിലും ഭയപ്പെടുത്തുന്നത്. വണ്ടിപ്പെരിയാർ 63 മൈലിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ശരിയാണ്.